കഴിഞ്ഞ സെപ്റ്റംബറിൽ കേരളകൗമുദി ഓൺലൈനിൽ വന്ന ഒരു സ്റ്റോറിയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കും. അത് നമ്മുടെ ഹൈറിച്ചിനെ പറ്റിയാണ്. 150 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ ഹൈറിച്ച് ഇന്ന് ജനലക്ഷങ്ങളെ അമ്പരപ്പിക്കുന്ന വളർച്ചയിലാണ് എത്തി നിൽക്കുന്നത്. ഹൈറിച്ച് ഗ്രൂപ്പിൻ്റെ UK ആസ്ഥാനമായ കമ്പനിയായ ഹൈറോക്സിന് കീഴിലുള്ള HRC ക്രിപ്റ്റോ കറൻസി കഴിഞ്ഞ വർഷം $2 ലോഞ്ച് ചെയ്തതെങ്കിൽ ഇപ്പോൾ $10 വിൽപ്പന വില. ബിറ്റ്കോയിൻ്റെ ചരിത്രത്തിൽ HRC കോയിൻ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ശ്രീനയുടെ ജീവിതകഥ തുടങ്ങുന്നത് കണ്ണുനീരിൻ്റെ കൈപ്പുറത്തിൽ നിന്നാണ്. 2020 മിസ്സിസ് കേരളയുടെ നിറപ്പകറ്റിലെത്തുന്നതും ആ സിനിമാ കഥ പോലെ ത്രില്ലിംഗ് ആണ്. ഭർത്താവ് KD പ്രതാപൻ ജോലി ചെയ്തിരുന്ന കമ്പനി ലീഗൽ പ്രശ്നങ്ങളുടെ പേരിൽ പൂട്ടേണ്ടി വന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി കൊടുത്ത കേസിനെ തുടർന്നുണ്ടായ സർക്കാർ ഇടപെടലിൽ ആ ട്രേഡിംഗ് കമ്പനി പൂട്ടി. 1.5 കോടി രൂപയ്ക്ക് മുകളിൽ കടം വന്ന് ജീവിതം വഴിമുട്ടി. ഹൃദ്രോഗിയായ അച്ഛനും തുണിക്കടയിൽ ജോലി ചെയ്യുന്ന അമ്മയും 1.5 കോടിയുടെ കടം എങ്ങനെ വീട്ടും എന്ന ചിന്തയായിരുന്നു ശ്രീനയുടെ മനസ്സിൽ. ഭർത്താവാണെങ്കിൽ ജയിലിലും. ശ്രീന പഠിച്ചത് തന്നെ ജീവിതത്തിൽ പയറ്റി വീടുകൾ പണിതു നൽകാൻ തീരുമാനിച്ചു. കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ ചവിട്ടി സമ്പന്നതയുടെ ശ്രീകോവിലിലേക്കുള്ള തീർത്ഥയാത്രയാണ് പിന്നീട് ഉണ്ടായത്. ഇപ്പോൾ ദിനംപ്രതി 50,000-ലേറെ കസ്റ്റമർമാരെ സൃഷ്ടിച്ച് മുന്നേറുന്നു. 90-ലേറെ രാജ്യങ്ങളിൽ HR-ൻ്റെ ബിസിനസ് ശൃംഖല. HR-ൻ്റെ കീഴിൽ 1600-ഓളം രജിസ്റ്റേർഡ് സ്ഥാപനങ്ങൾ. സൂപ്പർ മാർക്കറ്റ് മേഖലയിലും HR തരംഗം. കേരളത്തിലെ ആദ്യ OTT. ഓണത്തോടനുബന്ധിച്ച് 10 സിനിമ റിലീസ് ചെയ്ത് HR OTT ചരിത്രം കുറിച്ചു. HR OTTയിൽ നിരവധി സിനിമകളും വെബ് സീരീസുകളും ഗെയിമുകളും ഉടൻ വരുന്നുണ്ട്. 200-ലേറെ സിനിമകൾ HR OTTയിൽ ഇപ്പോൾ തന്നെ ഉണ്ട്. HR ഗ്രൂപ്പിൻ്റെ ഓരോ പ്രൊജക്റ്റും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ ഒരു പറ്റം വ്യക്തികളുണ്ട്. ബില്യനേഴ്സും മില്യനേഴ്സും നാഷണൽ പ്രൊമോട്ടേഴ്സുമായി അവരുടെ ജീവിതം HR ഗ്രൂപ്പ് മാറ്റിമറിച്ചു. 1 ലക്ഷത്തോളം കാർ അച്ചീവേഴ്സ് ഇവരിൽ പെടും. ആഡംബര കാറുകൾ സ്വന്തമാക്കിയവരാണ് ഇവരിൽ കൂടുതലും. 666-ഓളം സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളുമായി ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലുമായുള്ള ഹൈറിച്ച് 4600 തൊഴിലാളികൾക്ക് ജോലി നൽകുന്നു. ഇന്ത്യയിൽ 1600 സൂപ്പർ മാർക്കറ്റുകൾ ഒരേ സമയം ഉടൻ തുറക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് മദർ തെരേസ പുരസ്കാരം ശ്രീനയ്ക്ക് ലഭിച്ചത്. ശ്രേഷ്ഠ വനിതാ പുരസ്കാരവും യങ്ങസ്റ്റ് ബിസിനസ് വുമൺ ഓഫ് ഇന്ത്യ ഇൻഡോ അറബ് ബിസിനസ് എക്സലൻസ് അവാർഡും മിസ്സിസ് കേരളയുമെല്ലാം അങ്ങനെ പുറകെ ഓരോന്നായി വന്നെത്തി. ഇത്രയും ബുദ്ധിശാലിയായ സ്ത്രീയാണ് കോടതിയുടെ ഉത്തരവിനെക്കുറിച്ച് കള്ളം പറയുന്നത്. അനിൽ അക്കര എന്ന മുൻ MLA ഹൈറിച്ച് തട്ടിപ്പിനെക്കുറിച്ച് പ്രതികരിച്ചതുകൊണ്ട് പണിയില്ലെങ്കിൽ പാടത്ത് കിളക്കാൻ പോടോ എന്ന് മറുപടി കൊടുത്തത് ഈ മദർ തെരേസ സമ്മാന ജേതാവാണ്. പാടത്ത് കിളക്കാൻ പോകുന്നത് മോശം പണിയാണോ ശ്രീന മേഡം? എത്രയോ കർഷകർ ചെയ്യുന്ന ഒരു ജോലിയാണത്. അന്തസ്സില്ലാത്ത പണിയാണോ അത്? നിങ്ങൾ ഈ ചെയ്യുന്ന മണി ചെയിൻ എന്ന തട്ടിപ്പിനേക്കാൾ 1000 മടങ്ങ് മാന്യമായ ജോലി തന്നെയാണ് അത്. എല്ലാ ജോലിക്കും അതിൻ്റെ മഹത്വമുണ്ട്. പക്ഷേ മണി ചെയിനിൽ ഇടംബലം ആളെ ചേർത്ത് കാശ് പറ്റിക്കുന്നത് ഒരു ജോലിയായി കാണാൻ പറ്റില്ല. അത് തട്ടിപ്പാണ്, പിടിച്ചുപറിയാണ്. നിങ്ങൾക്ക് ജയ് വിളിക്കാനുണ്ടായിരുന്ന 1,80,00,000 പേരിൽ ഇപ്പോൾ വലിയ ഒരു ഇടിവ് വന്നിട്ടുണ്ട്. ഹൈറിച്ച് ഒരു ഫ്രോഡാണെന്ന് പലരും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയും വെളിച്ചം കയറാത്ത കുറേ മണ്ടന്മാർ ഇപ്പോഴും ബാക്കിയാണ്. ഇനിയുള്ള ചടങ്ങ് മറ്റന്നാൾ നടക്കും തൃശ്ശൂർ സെഷൻസ് കോടതിയിൽ. അവിടെ നിന്നുള്ള ഉത്തരവും വരുന്നതോടെ കൂട്ടക്കരച്ചിലും ആരംഭിക്കും. കേസിൽ നിന്നൊക്കെ നിങ്ങൾ വലിയ കുഴപ്പമില്ലാതെ തടിയൂരി പോകും. പെടാൻ പോകുന്നതല്ല, പെട്ടുപോയത് നിങ്ങളുടെ മണി ചെയിനിൻ്റെ അവസാനത്തെ 2-3 കണ്ണികളാണ്. അത് തന്നെ ലക്ഷങ്ങളോളം വരും. ആ പാവങ്ങളുടെ ശാപമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അടുത്ത പുരസ്കാരം.